മാത്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് സ്റ്റാൻഡേർഡ് 5 അഞ്ചാം ക്ലാസ്സിൻ്റെ 11ാമത്തെ ചാപ്റ്റർ 11th ചാപ്റ്റർ വിതിൻ നമ്പേഴ്സ് സംഖ്യകൾക്കിടയിൽ എന്ന് പറയുന്ന യൂണിറ്റാണ്. അപ്പോൾ ഈ യൂണിറ്റിലെ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. പക്ഷെ അതിൽ ചെറിയ പുതിയ വാക്കുകളും ചെറിയ എക്സ്ട്രാ ക്രിയകളും ഓപ്പറേഷൻസും ഉള്ള അത്രമാത്രം പഠിക്കാനുള്ള ഒരു ചെറിയ യൂണിറ്റാണ് ഇത്. വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതേപോലെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുത്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ബോർഡിൽ കാണാൻ കഴിയുന്നുണ്ട് 4 × 1 4, 4 × 2 8, 4 × 3 12, 4 × 4 16. 5ന്റെയും നിങ്ങൾക്ക് അതേമാതിരി എഴുതിയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഗുണന പട്ടിക പഠിക്കുമ്പോൾ ഉപയോഗിക്കുന്ന രീതിയാണ് അല്ലെ. 4ന്റെ എന്താ പറയുക, ടേബിൾ പഠിക്കുമ്പോൾ നമ്മൾ 4 1 4 4 2 8, 4 1 4 4 2 8 എന്നൊക്കെ പഠിക്കുന്നതാണ് അല്ലെ. അപ്പോൾ ഈ 4 8 12 16 എല്ലാം 4നെ 1 കൊണ്ടും 2 കൊണ്ടും 3 കൊണ്ടും 4 കൊണ്ടും ഗുണിച്ച് കിട്ടുന്നതാണ് ഇതിനെയൊക്കെ പറയുക. അപ്പോൾ ഇവയൊക്കെ നമ്മൾ പറയും 4ന്റെ ഗുണിതമാണ് എന്ന് പറയും. അതായത് 4ന്റെ ഗുണിതമാണ് എത്ര, ഏത് 4ന്റെ ഗുണിതമാണ് 12 എന്ന് പറയാം, 4ന്റെ ഗുണിതമാണ് 8 എന്ന് പറയാം, 4ന്റെ ഗുണിതമാണ് 4 എന്ന് പറയാം, 4ന്റെ ഗുണിതമാണ് 16 എന്ന് പറയാം. ഇനി ഇംഗ്ലീഷിലാണ് നമ്മൾ പറയുന്നത് എങ്കിൽ നമ്മൾ പറയും 12 is a multiple of 4. 12 is a multiple of 4. അതായത് 12 എന്ന് പറയുന്നത് 4ന്റെ ഗുണിതമാണ് എന്ന് പറയും. എങ്ങനെയാണ് പറയുക? ഗുണിതം ആവണമെങ്കിൽ, മൾട്ടിപ്പിൾ ആവണമെങ്കിൽ ഒരു നമ്പറിനെ 1 2 3 4 5 പോലെയുള്ള നമ്പർ കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന വാല്യൂനെയാണ് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. അതായത് 4ന്റെ ഗുണിതമാണ് 4, 4ന്റെ ഗുണിതമാണ് 8, 4ന്റെ ഗുണിതമാണ് 12, 4ന്റെ ഗുണിതമാണ് 16 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഗുണിതം എന്ന് പറഞ്ഞാല് ഒരു നമ്പറിനെ 1 2 3 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വിലകളെയാണ്, ഈ വാല്യൂസിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഗുണിതം എന്ന് പറയുന്നത്. ഒരു നമ്പറിനെ ഏത് കൊണ്ടെല്ലാം ഗുണിക്കുമ്പോ 1 കൊണ്ടോ 2 കൊണ്ടോ 3 കൊണ്ടോ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോ ഗുണിച്ച് കിട്ടുന്ന വിലകളെയാണ് നമ്മൾ ഗുണിതങ്ങൾ എന്ന് പറയുക. മലയാളത്തിൽ മൾട്ടിപ്പിൾസ് എന്ന് പറയുക. അപ്പൊ അത് മനസ്സിലായല്ലോ. അപ്പൊ 6ന്റെ മൾട്ടിപ്പിൾ ഏതൊക്കെ ആയിരിക്കാം? 6ന്റെ മൾട്ടിപ്പിൾ 6 × 1 6 ആയിരിക്കാം, 6 × 2 12 ആയിരിക്കാം. അപ്പൊ 6 12 18 എന്ന നമ്പറുകളൊക്കെ പോകുന്നത് ആരുടെ മൾട്ടിപ്പിൾ ആണ്? 6ന്റെ മൾട്ടിപ്പിൾ ആണ്, അല്ലെങ്കിൽ 6ന്റെ ഗുണിതമാണ്. ഏതൊക്കെ വരിക? 6 12 18 24. അപ്പോ ഒരു നമ്പർ കിട്ടിയാൽ അത് ഗുണിതമാണോ മൾട്ടിപ്പിൾ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾക്ക് കിട്ടുകയാണ് 20 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടുകയാണ്. 20 എന്ന് പറയുന്നത് 5ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചോദിക്കുന്നത്. ഈസ് 20 എ മൾട്ടിപ്പിൾ ഓഫ് 5? മലയാളത്തില് 5ന്റെ ഗുണിതമാണോ 20 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതും 20നെ നമുക്ക് എന്താക്കിയിട്ട് എഴുതാൻ പറ്റണം? 5 × 4 എന്നറിയാം. അപ്പൊ എന്താണ് 5 × എഴുതേണ്ട കാരണം? 5ന്റെ മൾട്ടിപ്പിൾ ആണോ എന്നാണ് ചോദിച്ചത്. അപ്പൊ 5 × എഴുതാൻ പറ്റണം ഈ നമ്പറിന്. എഴുതാൻ കഴിഞ്ഞാല് മൾട്ടിപ്പിൾ, എഴുതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ 5 × 4 എന്ന് എഴുതാൻ പറ്റും. അതുകൊണ്ട് 5ന്റെ മൾട്ടിപ്പിൾ ആണ് 20 എന്ന് പറയും. അതേപോലെ 4ന്റെ മൾട്ടിപ്പിൾ ആണെന്നും 20 പറയാം. കാരണം എന്താ? 20നെ നമുക്ക് എങ്ങനെ എഴുതാം? 4 × 5 എന്ന് എഴുതാം. അപ്പൊ 4ന്റെ മൾട്ടിപ്പിൾ ആണ്, 4ന്റെ ഗുണിതമാണ് എത്ര? 20 എന്നും നമുക്ക് പറയാൻ പറ്റും. അപ്പോ എന്റെ ചോദ്യം ഇതാണ്, 23 എന്ന് പറയുന്നത് 5ന്റെ മൾട്ടിപ്പിൾ ആണോ? ഈസ് 23 എ മൾട്ടിപ്പിൾ ഓഫ് 5 എന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിലോ നമ്മൾക്ക് എങ്ങനെ എഴുതാൻ പറ്റണം? 23 = 5 × എന്ന് പറയുന്നത് എഴുതാൻ പറ്റണം. 5ന്റെ ഏതെങ്കിലും മൾട്ടിപ്പിളിന് നോക്കിയാൽ 5 4 ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. 5 5 എത്ര?
25 ആണ്. അപ്പൊ 23 എന്ന് പറയുന്ന ഒരു മൾട്ടിപ്പിൾ ഇതിൽ വരുന്നുണ്ടോ? ഇല്ല. അപ്പോഴ് നമുക്ക് എന്താ കിട്ടുക? 23 അങ്ങനെ എഴുതാൻ പറ്റില്ല. നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? 5 × 4 20. ആ 20യുടെ കൂടെ +3 നമ്മൾ മിച്ചം റിമൈൻഡർ എഴുതുന്നില്ലേ, ആ രീതിയിലാണ് എഴുതാൻ പറ്റുക. അപ്പൊ ഈ റിമൈൻഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് പറയാൻ പറ്റും ഈ 23ന്റെ മൾട്ടിപ്പിൾ അല്ല 5. മനസ്സിലായില്ലേ? അതായത് 5ന്റെ ഗുണിതമല്ല 20, 4ന്റെ ഗുണിതം 20 അല്ല 23, 4ന്റെ ഗുണിതമല്ല 23. അപ്പൊ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ റിമൈൻഡർ പാടില്ല. അത് പ്രധാനപ്പെട്ട കാര്യമായിരിക്കണം. കൃത്യമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാൻ പറ്റുന്നതായിരിക്കണം. അപ്പൊ 54 നമുക്ക് നമ്മളോട് ചോദിക്കുകയാണ് ഈസ് 54 എ മൾട്ടിപ്പിൾ ഓഫ് 9 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റണം? 54 = 9 നമുക്ക് എഴുതാൻ പറ്റണം. 9നെ നമുക്ക് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 54 കിട്ടും? 9 6 ആണ് 54. അപ്പൊ നമുക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റും 54 is a multiple of 9, 54 is a multiple of 6. ഓക്കെ, ഇപ്പൊ ഐഡിയ മനസ്സിലായല്ലോ? കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്, മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു മൾട്ടിപ്പിൾ ആണ്, വലിയ നമ്പറിന്റെ. ഓക്കെ, അപ്പൊ ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ, ഇത് മൾട്ടിപ്പിൾ ആണെന്ന് പറയാൻ പറ്റും. ഇനി നമുക്ക് നോക്കാം ഒരു ക്വസ്റ്റ്യൻ. ഈസ് 102 എ മൾട്ടിപ്പിൾ ഓഫ് 6? ഇങ്ങനെയാണ് ഒരാൾ ചോദിക്കുന്നത് വിചാരിച്ചോ. ഈസ് മൾട്ടിപ്പിൾ ഓഫ് 6 102 6ന്റെ ഗുണിതമാണോ? 6ന്റെ ഗുണിതമാണോ? മലയാളത്തിലെ 6ന്റെ ഗുണിതമാണോ 102? ഇങ്ങനെ ചോദിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ? ഇങ്ങനെ ചോദിക്കുമ്പോൾ പ്രശ്നം നമുക്ക് 102 സമം എങ്ങനെ എഴുതാൻ പറ്റണം? 102 സമം 6 ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റണം. നമുക്ക് അത്ര വലിയ 6ന്റെ ടേബിൾ നമ്മൾക്ക് അറിയാവോ? ഇല്ല. അപ്പൊ അങ്ങനെ ഇൻറ്റു എന്ന് എഴുതാൻ പറ്റാത്ത സന്ദർഭങ്ങളിൽ ശ്രദ്ധിക്കുക. അങ്ങനെ പറ്റാത്ത സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മൾ ചെയ്യുന്നത് 102നെ നമ്മൾ പഠിച്ചതുപോലെ 6നെ കൊണ്ട് ഡിവൈഡ് ചെയ്യും. 6നെ കൊണ്ട് ഡിവൈഡ് ചെയ്യും. 6നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ഇവിടെ എഴുതാം. 6 10 60. നിങ്ങൾ ഇത് കുറക്കും. 2 10 6 പോയ 4 42. 6 നമുക്ക് എങ്ങനെ എഴുതാം? 6 × 7 അല്ലേ 42. അപ്പൊ ഇവിടെ എത്ര എഴുതാം? 7. നോക്ക്, 6 7 42. കറക്റ്റ്. ഇവിടെ 0 വരും. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 17. അതിന്റെ കോഷ്യന്റ് ഹരണഫലം 17. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 102 എന്ന് പറയുന്നാൽ 6 × 17 കിട്ടി. കറക്റ്റ്. കാരണം റിമൈൻഡർ ഇല്ല, 0 ആണ്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഈസ് 102 എന്നല്ലേ ചോദിച്ചത്. അപ്പൊ നമുക്ക് 102 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 6, അല്ലെങ്കിൽ 102 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 17 എന്ന് ചോദിച്ചാലും നമുക്ക് അതേമാതിരി നമുക്ക് ഉത്തരം പറയാൻ പറ്റും. ഓക്കെ, 102 എന്ന് പറയുന്നത് 6ന്റെ ഗുണിതമാണ് എന്ന് പറയാൻ പറ്റും. അപ്പൊ നമ്മൾക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാൻ പറ്റാത്ത കേസിൽ ശ്രദ്ധിക്കണം, നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുക. അപ്പോൾ നിർബന്ധമായും താഴെ എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? റിമൈൻഡർ ഉണ്ടായാൽ എന്താവില്ല? മൾട്ടിപ്പിൾ ആയിട്ട് വരില്ല. ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് ചില ചോദ്യങ്ങൾ നോക്കാം. പേജ് നമ്പർ 123, അതായത് 123ാമത്തെ പേജിൽ 4 പ്രോബ്ലംസ് ഉണ്ട്. 1 2 3 4. ഇതിൽ പറയുന്നത് ഈ ഒരു നമ്പർ വലിയ നമ്പറും ചെറിയ നമ്പറും ഉണ്ട്. വലിയ നമ്പർ ഇതിന്റെ മൾട്ടിപ്പിൾ ആണോ ഗുണിതമാണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. വലിയ നമ്പർ അതായത് ചെറിയ നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണോ? ഓക്കെ, ഈസ് 91 എ മൾട്ടിപ്പിൾ ഓഫ് 7? 7ന്റെ ഗുണിതമാണോ 91 എന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ ചെക്ക് ചെയ്യേണ്ടത്. നോക്കാം നമുക്ക്. അപ്പൊ വലിയ നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റില്ല? 91 സമം 7 ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ അറിയില്ല, നമുക്ക് എഴുതാൻ നമുക്ക് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. 91നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യും. നമുക്ക് ആ ബോക്സ് മോഡൽ നമുക്ക് അറിയാലോ. അപ്പോൾ ആ മോഡൽ റെക്ടാങ്കുലർ മോഡൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 7 ഇവിടെ എഴുതി, 10 7 10 70. അതിൽ കുറച്ച് 21 കിട്ടി. 21ന് നമുക്കറിയാം 7 × 3 ആണ്. അപ്പോൾ 3 ഇവിടെ എഴുതി. 21 കറക്റ്റ് ആയിട്ട് വന്നു. 0 വന്നു. 10ഉം 3ഉം കൂട്ടി 13 കിട്ടി. അപ്പൊ നമുക്ക് 91നെ എങ്ങനെ എഴുതാം?
91. ശ്രദ്ധിക്കണേ, 91 സമം എന്ത് എഴുതാൻ പറ്റും? ഈ ഹരിച്ച 7 ഇൻറ്റു 13, ഇത് ഇൻറ്റു ഇത്. ശ്രദ്ധിക്കണേ, 7 ഇൻറ്റു 13. അതിന്റെ വേറെ ഒന്നും വരുന്നില്ല. 7നെ 13 ഗുണിച്ചാൽ 91. കാരണം ശിഷ്ടം മിച്ചമില്ല, റിമൈൻഡർ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? 91 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7. ഓക്കെ, 7ന്റെ ഗുണിതമാണ്. 7ന്റെ ഗുണിതമാണ് എത്ര? ഗുണിതമാണ് 91 എന്ന് പറയാൻ പറ്റും. കറക്റ്റ്. രണ്ടാമത്തെ നോക്കാം. 9 127. ഈ വലിയ നമ്പർ ആണല്ലോ. അപ്പൊ 127 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സാധാരണ ചെയ്യുന്ന മാതിരി 10 ഇവിടെ എഴുതി. 9 10 90. കുറക്കും 37 ആണ് കിട്ടുക. അപ്പൊ 37 കിട്ടിക്കഴിഞ്ഞാൽ 9ന്റെ ടേബിൾ ആണ് നമ്മൾ പറയേണ്ടത്. 9ന്റെ ടേബിൾ 9 1 9, 9 2 18, 9 3 27, 9 4 36 ആണ് വരിക. അപ്പൊ ഇവിടെ 4 എഴുതുക. 9 4 36. 9 into 4 36. അപ്പൊ കുറക്കുമ്പോ 1 റിമൈൻഡർ വന്നു. ഈ 1 റിമൈൻഡർ വന്നു കഴിഞ്ഞാൽ മിച്ചം വന്നാല് എന്താവില്ല? 127 ഇതിന്റെ മൾട്ടിപ്പിൾ ആവില്ല. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും 127 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ്, ശ്രദ്ധിക്കണേ, നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 9. മലയാളത്തില് 9ന്റെ ഗുണിതമല്ല, 9ന്റെ ഗുണിതമല്ല 127. കൃത്യം മനസ്സിലായല്ലോ? എന്തുകൊണ്ടാണ്? ഈ അവസാനം മിച്ചം 0 വരാത്തതുകൊണ്ട്, റിമൈൻഡർ 0 വരാത്തത് കൊണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് കിട്ടി. ഇനി മൂന്നാമത്തത് നോക്കാം. 12 136. വലിയ നമ്പറാണ്. 136 12 ഡിവൈഡ് 10 എഴുതി. 12 10 120. നമുക്ക് ഈസിയാണ്. സബ്ട്രാക്ട് ചെയ്തു. അപ്പൊ 16 ആണ് കിട്ടുക. 16 12 ഇവിടെ ഉള്ളത്. 12ന്റെ ടേബിൾ എന്താ വരിക? 12 1 12, 12 2, 12ന്റെ ഡബിൾ 24 വരിക. അതെവിടെ ഇല്ല. അപ്പൊ 1 മാത്രമേ വരുള്ളൂ. 12 1 നമുക്ക് എത്ര കിട്ടി? 12 കിട്ടും. 16 12 പോയി എത്ര? 4 കിട്ടും. കറക്റ്റ് അല്ലേ? 4. ഈ കിട്ടിയാൽ തന്നെ പറയാൻ പറ്റും ഈ 136 മൾട്ടിപ്പിൾ അല്ല, ഗുണിതമല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ എങ്കിലും നമുക്ക് സ്റ്റെപ്പായിട്ട് എഴുതാം. 10 1 കൂട്ടി 11. അപ്പൊ 136 എങ്ങനെ എഴുതാം? 12 into 11. ഓക്കെ, കൂടാതെ എക്സ്ട്രാ എന്തുണ്ട്? 4. അപ്പൊ 12 into 11 plus 4. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും 136 ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ. ഓക്കെ, അതായത് ഗുണിതമല്ല. ആരുടെ ഗുണിതമല്ല? 12ന്റെ ഗുണിതമല്ല. 12ന്റെ ഗുണിതമല്ല. എത്ര? 136. ഓക്കെ, അതേമാതിരി 225. അപ്പൊ 15നെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 15 10 150, കുറച്ച് 75 കിട്ടും. 75 കിട്ടിക്കഴിഞ്ഞാൽ 15 ആണ്. അപ്പൊ 15ന്റെ നമ്മൾ നോക്ക് 15. അതിന്റെ പിന്നെ 15 കൂട്ടുക 30 കിട്ടും. അതിന്റെ കൂടെ 15 കൂട്ടുക 45 കിട്ടും. അതിന്റെ കൂടെ 15 കൂട്ടുക 60 കിട്ടും. അതിന്റെ കൂടെ 15 കൂട്ടുക 75 കിട്ടും. അപ്പൊ എത്ര? 15 75 5 15. അപ്പൊ 15 ഇവിടെ ഉണ്ട്, 5 ഇവിടെ ഉണ്ട്. 15 5 75, റിമൈൻഡർ 0. അപ്പൊ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും 225 ഈസ് എ മൾട്ടിപ്പിൾ. ഓക്കെ, റിമൈൻഡർ ഇല്ലല്ലോ, മിച്ചം ഇല്ലല്ലോ, മൾട്ടിപ്പിൾ. മനസ്സിലായില്ലേ? അപ്പൊ ഗുണിതമാണ് എത്ര? ഗുണിതമാണ് 225. ആരുടെ ഗുണിതം? 15ന്റെ ഗുണിതം. ഓക്കെ, അപ്പൊ ഈ ടൈപ്പാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രോബ്ലം. ഓക്കെ, ഇത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടി കാണിക്കരുത് കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. നമുക്ക് അടുത്ത ഭാഗം ഡിവിഷൻ ആൻഡ് ഫാക്ടേഴ്സ്, ഹരണവും ഘടകവും. അതിന്റെ മലയാളം നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ വേറൊരു രീതിയിൽ പ്രസന്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. 12 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 4 ഗുണം 3, 12 ഈക്വൽ ടു 4 into 3 നമുക്കറിയുന്നതാണ്. 54 എന്ന് പറഞ്ഞാൽ 6 into 9, ഇത് നമുക്ക് അറിയുന്നതാണ്. 10 വരിയുടെ ടേബിള് പട്ടിക എല്ലാ കുട്ടികളും പഠിച്ചു നോക്കണം കൃത്യമായിട്ട്. ഓക്കെ, അപ്പൊ അത് നമ്മൾക്ക് അറിയുന്നതാണ്. ഈ 12 സമം 4 into 3 ആയതുകൊണ്ട് നമ്മൾക്ക് എഴുതാം 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? 12നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? 3 എന്ന് കിട്ടും. 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആൻസർ 4 എന്ന് കിട്ടും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നമ്പറിനെ വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ
ഡിവിഷൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചെറിയ നമ്പറിനെ പറയുന്നതാണ് ഫാക്ടർ. ഒരു പുതിയ വാക്ക് നമ്മൾ പഠിക്കുകയാണ്, ഫാക്ടർ, മലയാളത്തിലെ ഘടകം. അപ്പൊ ആരാണ് ഈ ഘടകം എന്ന് പറഞ്ഞാല്, അതായത് ഒരു നമ്പറിനെ ചെറിയ രണ്ട് നമ്പറുകളുടെ ഗുണനഫലമായിട്ട് പ്രൊഡക്റ്റ് ആക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റിയാല്, കൃത്യമായിട്ട് എഴുതാൻ പറ്റിയാല് ആ ചെറിയ നമ്പറാണ് നമ്മൾ പറയുന്നത് ഈ വലിയ നമ്പറിന്റെ ഫാക്ടർ. അപ്പൊ നമ്മൾ ഇവിടെ എഴുതും 4 ഈസ് ദ, നമ്മൾ എഴുതുന്നത് കണ്ടോ, 4 ഈസ് ദ ഫാക്ടർ ഓഫ്, 4 ഈസ് ദ ഫാക്ടർ ഓഫ്, ശ്രദ്ധിക്കണം, സിമ്പിൾ ആണ്, കൂടുതലൊന്നും പറയണ്ട, ഫാക്ടർ ഓഫ് 12. നമ്മൾ മറ്റെടുക്ക എന്താ പറയാ, 12 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 എന്നാണ് പറയാ. 12 മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ വലിയ നമ്പർ ആയിരിക്കും, ഫാക്ടർ എന്ന് പറയുമ്പോൾ ചെറിയ നമ്പർ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചാൽ മതി. ഓക്കെ, 12 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 4 എന്ന് പറയുന്നത് 12ന്റെ ഫാക്ടർ ആണ്. 12 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 12 is a multiple of 4 ആണെങ്കിൽ we can easily say 4 is the factor of 12. മലയാളത്തിൽ പറഞ്ഞാല് 4ന്റെ ഗുണിതമാണ് 12 എങ്കില് 4 പറയാ 12ന്റെ ഘടകം എന്ന് പറയും. അതായത് 12ന്റെ ഘടകമാണ്, ഘടകം എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പർ ആണ് വരും കേട്ടോ, ഘടകമാണ് 4. അപ്പൊ നിങ്ങൾ ചോദിക്കും 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്പൊ 12ന്റെ ഘടകമാണ് 4. 12നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അപ്പൊ നമുക്ക് എന്ത് പറയാ, 3 is the factor of 12. മനസ്സിലായില്ലേ? അപ്പൊ മലയാളത്തില് 12ന്റെ ഘടകമാണ് ആര്, 3. എപ്പോഴാണ് ഈ ഘടകമാവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, വലിയ നമ്പറിനെ ചെറിയ രണ്ട് നമ്പറുകളുടെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് എഴുതാൻ പറ്റിയത്. അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇവിടെ നോക്ക്, 54 equal to 6 into 9 ആണ്. അപ്പൊ നമുക്ക് ഈസിലി പറയാൻ പറ്റും 6 is the factor of 54, 9 is the factor of 54. Why? എന്താണ്, 54നെ നമുക്ക് ഈസി ആയിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 54നെ നമുക്ക് ഈസി ആയിട്ട് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 54നെ 6 കൊണ്ട് 6 9 അല്ലേ, അപ്പൊ ആൻസർ 9. 54നെ 9 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും, 6 കിട്ടും. അപ്പൊ ഈസിലി ഡിവിസിബിൾ ആണ് 6ഉം 9ഉം. അപ്പൊ ചെറിയ നമ്പർ വലിയ നമ്പറിന്റെ ഫാക്ടർ ആണ്, ചെറിയ സംഖ്യ വലുതിന്റെ ഘടകമാണ്, വലുതിന്റെ ഘടകമാണ് ചെറിയ സംഖ്യ. ഇപ്പൊ ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ, എന്നാൽ ഇവിടത്തേക്ക് വാ, ഈ പറയുന്നിടത്തേക്ക് വാ. 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുമോ? 4ന്റെ മൾട്ടിപ്പിൾ 14 വരുമോ? 4 3 12 ആണ്. പിന്നെയോ 4 4 16 ആണ്. ഇത് 14 ചോദിച്ചത്. അപ്പൊ 14നെ എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് 4 3 12 എന്ന് എഴുതാം. പിന്നെ ഒരു എക്സ്ട്രാ വരുന്നുണ്ട്. ഈ എക്സ്ട്രാ വന്നു കഴിഞ്ഞാല് ഒരിക്കലും ഈ 4 ഫാക്ടർ ആവില്ല 14ന്റെ. മനസ്സിലായോ? 3 ഫാക്ടർ ആവില്ല 14ന്റെ. അതായത് ഫാക്ടർ ആവണമെങ്കിൽ മിച്ചം ഒരു നമ്പർ വേറൊരു നമ്പർ വരാൻ പാടില്ല. മിച്ചം 0 ആയിരിക്കണം, മിച്ചം ഉണ്ടാവാൻ പാടില്ല. റിമൈൻഡർ, നോ റിമൈൻഡർ എക്സിസ്റ്റ്. ഫാക്ടർ ആണെങ്കിൽ അവിടെ റിമൈൻഡർ ഉണ്ടാവില്ല. ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ ഉണ്ടാവുന്നുണ്ടെങ്കിലോ അപ്പോൾ നമുക്ക് പറയാൻ പറ്റും അത് അതിന്റെ ഫാക്ടർ അല്ല. അത്രയും കൂളായിട്ട് പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് നോക്കൂ, ഇവിടെ നോക്കൂ, നിങ്ങളിപ്പോ 30 എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ധൈര്യത്തില് 6 into 5 എന്ന് എഴുതാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും 30യെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 30യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ പറയാൻ പറ്റും 6 is the factor of 30, 5 is also the factor of 30. 6 എന്ന് പറയുന്നത് 30ന്റെ ഘടകമാണ്, 5 എന്ന് പറയുന്നത് 30ന്റെ ഘടകമാണ് എന്ന് പറയാൻ പറ്റും. എന്നാൽ 32നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? 6 into 5 എന്ന് എഴുതാൻ പറ്റില്ല. അതിന്റെ കൂടെ 2ഉം കൂടി ഉണ്ടാവും. 6 5 30 2ഉം. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒരിക്കലും സാധിക്കില്ല. 6 ഇതിന്റെ ഘടകം എന്ന് പറയാൻ പറ്റില്ല. ഓൺലി എന്താ ഇതിന്റെ റീസൺ? ഇതാ ഇവിടെ എക്സ്ട്രാ ഒരു 2 വന്നു, അത് പാടില്ല. ഫാക്ടറിലെ മിച്ചം ഉണ്ടാവില്ല. അപ്പൊ ഐഡിയ മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഒരു നമ്പർ തന്നിട്ട് അത് ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാല് നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ചെറിയ നമ്പറിലാണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ അറിയാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ 72ന്റെ ഈസ് നോക്ക്, ഈസ് 9 a factor of
ഈസ് 9 എ ഫാക്ടർ ഓഫ് 72? മലയാളത്തിൽ പറഞ്ഞാല് 72ന്റെ ഘടകമാണോ 9? ഘടകമാണോ 9 എന്നാണ് ചോദ്യം എന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് 72 9 നമുക്ക് കണക്ട് ചെയ്തിട്ട് പറയാം. 72ന് 9 ഇൻറ്റു നമുക്ക് എത്ര പറയാം? 8 എന്ന് അറിയാം. 9 8 72 ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 72നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 72നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കൃത്യമായിട്ട് പറ്റുന്നത് കൊണ്ട്, സാധിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? 9 ഈസ് എ ഫാക്ടർ ഓഫ് 72. 72ന്റെ ഘടകമാണ് 9 എന്ന് പറയാൻ പറ്റും. ഇനി വേറെ വലിയൊരു നമ്പർ നമുക്ക് തരാം. ഇപ്പൊ 72ന് പകരം ഇപ്പൊ ഒരു നമ്പർ ഒരാൾ പറയുന്നത് 130 എന്ന് പറയുന്നത് നോക്ക്, 130ന്റെ ഘടകമാണോ? 130ന്റെ ഘടകമാണോ 12 എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എന്താ പറയാ? ഈസ് 12 എ ഫാക്ടർ ഓഫ്, ഈസ് 12 ഫാക്ടർ ചെറിയ നമ്പറിലെ വരിക, ഫാക്ടർ ഓഫ് 130. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിലോ നമുക്ക് 12ന്റെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റില്ല? 130 സമം 12 ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റുമോ? പറ്റില്ല. കൃത്യമായിട്ട് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ സന്ദർഭങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. 130നെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യും? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇവിടെ 10 എഴുതാലോ. 12 10 120. സബ്ട്രാക്ട് ചെയ്തു 10. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 10 കിട്ടി. 10 എന്ന് പറഞ്ഞാൽ 12 ചെറുതല്ലേ? 12 ചെറുതാണ് 10. അപ്പൊ ഇതിന് എന്താ പറയാ? മിച്ചം, റിമൈൻഡർ എന്നാ പറയാ. അപ്പോ നമുക്ക് പറയാൻ പറ്റും ആര് ഫാക്ടർ അല്ല. 12 is not a factor since remainder is not equal to 0. അതായത് മിച്ചം 0 അതുകൊണ്ട് നമുക്ക് 12 ഇവിടെ ഘടകമല്ല. Is 12 a factor of 130? നമ്മൾ പറയും no. 12 is not a factor of 130. 130ന്റെ ഘടകമല്ല 12 എന്ന് പറയും. വലിയ നമ്പർ വരുമ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കണം. ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ ഇപ്പൊ നമുക്ക് പരിചയപ്പെടാം. പേജ് നമ്പർ 129 4 ക്വസ്റ്റ്യൻ ഉണ്ട്. 1 2 3 4 ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം. ഇവിടെ ഒരു ചെറിയ നമ്പർ ഉണ്ട്, ഒരു വലിയ നമ്പർ ഉണ്ട്. എല്ലായിടയ്ക്കും ചെറുതുണ്ട്, വലുതുണ്ട്, ചെറുത് വലുത്, ചെറുത് വലുത്, കണ്ടല്ലോ. അപ്പൊ ഇവിടെ പറയുന്നത് വലിയ നമ്പർ ചെറിയ നമ്പറിന്റെ മൾട്ടിപ്പിൾ ആണ്, ഗുണിതമാണ് എന്നാണ് ആദ്യം എഴുതേണ്ടത്. പിന്നീട് നമ്മൾ നോക്കേണ്ടത് ഈ ചെറിയ നമ്പർ വലിയ നമ്പറിന്റെ ഫാക്ടർ ഘടകമാണോ എന്നാണ് നോക്കേണ്ടത്. അതിന് ഒരു പ്രത്യേക മോഡലിൽ നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ? 9 72 ചെറിയ നമ്പർ ആണല്ലോ, 100 താഴെയല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് 72 നമുക്ക് 9 ഇൻറ്റു 8 എന്ന് എല്ലാ കുട്ടികൾക്കും അറിയാം. അപ്പൊ ഇത് എഴുതി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എന്താ എഴുതാൻ പറ്റും? 72 9ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് എഴുതാൻ പറ്റും. 72 8ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് എഴുതാൻ പറ്റും. അത് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിന്റെ മലയാളം എഴുതിയിട്ടുണ്ട്. 9ന്റെ ഗുണിതമാണ് 72, 8ന്റെ ഗുണിതമാണ് 72. ഈ ഗുണിക്കണം എന്ന് കിട്ടിയാൽ, മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയാൽ നമ്മൾ എഴുതുന്നത് എന്താണ്? ഇതിന്റെ മൾട്ടിപ്പിൾസ് ആണ്. ഏതെല്ലാണ്? 72 എന്ന് പറയുന്നത് 9ന്റെ ഗുണിതമാണ്, 8ന്റെ ഗുണിതമാണ്. അപ്പൊ 72 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾസ് ഓഫ് 9 ആണ്, മൾട്ടിപ്പിൾസ് ഓഫ് 8 ആണ്. ഇത് രണ്ടും ഈ ഇൻറ്റു കിട്ടിയെടുക്കുന്നത് നമുക്ക് എഴുതാൻ നമ്മൾ ആദ്യം പഠിക്കണം. ഓക്കെ, ഇൻറ്റു കിട്ടിക്കഴിഞ്ഞാൽ ഇതും ഈ രീതിയിൽ എഴുതാൻ പഠിക്കണം. രണ്ടാമത് 72നെ ഇങ്ങനെ ഇൻറ്റു എഴുതിയാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഒന്നുമില്ല, എക്സ്ട്രാ ഇല്ല, മിച്ചമില്ല. അപ്പൊ 72നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കറക്റ്റ് സാധിക്കും. അപ്പൊ നമുക്ക് 8 കിട്ടും. 72നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാവും. അപ്പൊ നമുക്ക് 9 കിട്ടും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ഈ ഡിവൈഡ് ചെയ്തിട്ട് എഴുതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഈ ഡിവൈഡ് ചെയ്യുന്ന ചെറിയ നമ്പർ ഫാക്ടർ ആണ്, ഘടകമാണ്. അപ്പൊ 72ന്റെ ഘടകമാണ് 9. ഈ കറക്റ്റ് ഡിവൈഡ് ചെയ്തിട്ട് ഒരു വില കിട്ടുന്നത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും 8 എന്ന് പറയുന്നത് 72ന്റെ ഘടകമാണ്. അത് എഴുതി അതിന് ഇംഗ്ലീഷിൽ എഴുതുക. 9 is a factor of 72. അതേപോലെ 8 is the factor of 72. ഞാൻ പറഞ്ഞ ചെറിയ നമ്പർ ആണല്ലോ ഫാക്ടർ ആയിട്ട് വരിക, വലിയ നമ്പർ മൾട്ടിപ്പിൾ ആയിട്ടാണ് വരിക, ഗുണിതമായിട്ടാണ് വലിയ നമ്പർ വരിക. അപ്പോൾ ഇൻറ്റു ഇട്ടിട്ട് മൾട്ടിപ്പിൾ ആണെന്ന് എഴുതാനും ഡിവിഷൻ എഴുതിയാൽ അത് ഫാക്ടർ ആയിട്ട് എഴുതാനും നിങ്ങൾ ഇന്ന് പഠിച്ചു.
ഇത് വെച്ചിട്ട് വേണം ഇനി എല്ലാ കാര്യങ്ങളും മറ്റേ ചെയ്യാൻ. നോക്ക് 12 156 156 എന്ന് പറഞ്ഞ വലിയ നമ്പറാണ്. അപ്പൊ നമുക്ക് ഇതേമാതിരി മനസ്സിൽ എഴുതാൻ പറ്റില്ല. ഇൻറ്റു 12 ഇൻറ്റു എന്നിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യുന്നത്. ശ്രദ്ധിക്കണേ, ഏത് സമയത്താണ് ഡിവൈഡ് ചെയ്യുന്നത് കൃത്യം മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, അപ്പൊ 156 12 ഡിവൈഡ് ചെയ്യുമ്പോൾ 10 12 10 120 കുറച്ചു 36 36 12 12 12 12 3 12 കൂട്ടിയാൽ 36 കിട്ടും. അപ്പൊ 3 നമുക്ക് ഇവിടെ എഴുതാം. 10 3 13. അപ്പൊ നമുക്ക് 150 ശിഷ്ടം ഇവിടെ 0, മിച്ചം ഇല്ല, റിമൈൻഡർ ഇല്ല. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും 156 156 ഈക്വൽ ടു 12 ഇൻറ്റു 13. മനസ്സിലായില്ലേ? ഇത് ഇൻറ്റു കോഷ്യന്റ് ഹരണപദം. അപ്പൊ 156 ഇൻറ്റു ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 12ഉം 13ന്റെയും മൾട്ടിപ്പിൾ ആണ് 156. മനസ്സിലായില്ലേ? അപ്പൊ 156 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 12 ആൻഡ് 13, അല്ലെങ്കിൽ 12, 13 ഇവയുടെ ഗുണിതമാണ് 156. ഇനി ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് എഴുതാം. 150 ഇങ്ങനെ ഇൻഡിവിജ്വൽ എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഹരിക്കാൻ പറ്റുന്നതാണ്. 156 ഹരിക്കാൻ 12 ഇട്ടാൽ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും, 12 ഫാക്ടർ ആണ്. അതേപോലെ ഹരിക്കാൻ 13 ഇട്ടാൽ 13 ഫാക്ടർ ആണ്. 12 13 ഘടകങ്ങളാണ്. മലയാളത്തിൽ നിങ്ങൾ എഴുതി വെക്കണേ, 12, 13 ഇവ ഘടകങ്ങളാണ്. ഈ ഇൻഡു കൃത്യമായിട്ട് നമുക്ക് കിട്ടാൻ പറ്റിയുകൊണ്ട് കറക്റ്റ് ഡിവൈഡ് ചെയ്യാനും പറ്റുന്നു. ഓക്കെ, മൂന്നാമത്തത് 13 169 100നെക്കാട്ടി വലിയ നമ്പർ ഹരിക്കണം. 169 13 എഴുതിയ 10 13 10 130 10നെ കൊണ്ട് ഈസി അല്ലേ, 130 കുറച്ചു 39 കിട്ടി. അപ്പൊ 13 എത്ര 39 ആവാൻ എത്ര 13 കൂട്ടണം നോക്കിയാൽ മതി. 13 13 26 26 13 കൂട്ടിയാൽ നമുക്ക് 39 കിട്ടും. അപ്പൊ 3 13 ചേരണം. അപ്പൊ 10 3 13 3 13 39 കറക്റ്റ് വരും. അപ്പൊ ശിഷ്ട ഇവിടെ 0 ആണ്. അപ്പൊ നമുക്ക് എന്താ എഴുതാൻ പറ്റും, 169 സമം ശിഷ്ടയുടെ 0 കിട്ടിയ ഉടനെ നമുക്ക് ധൈര്യത്തിൽ എഴുതാം. ഈ വലിയ നമ്പർ സമം, ശ്രദ്ധിക്കണേ, വലിയ നമ്പർ സമം ഇവിടുത്തെ നമ്പർ ഇൻറ്റു ഇവിടുത്തെ നമ്പർ. ഓക്കെ, ഇവിടെ കണ്ടില്ലേ 12 ഇൻറ്റു 13. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഡയറക്റ്റ് അറിയാം, അതുകൊണ്ട് പ്രശ്നം വരുന്നില്ല. അപ്പൊ ഇൻറ്റു ഇട്ടിട്ട് എഴുതിയാൽ നമുക്ക് പറയാൻ പറ്റും 13ന്റെ മൾട്ടിപ്പിൾ ആണ് എത്ര വരുന്നത്, 169. 13ന്റെ ഗുണിതമാണ് 169. 169 ഈസ് ദ മൾട്ടിപ്പിൾ ഓഫ് 13. അങ്ങനെ ഈ നമ്മളിപ്പോൾ എഴുതിയതുപോലെ ഈ സ്റ്റെപ്പ് കിട്ടിയെന്ന് എഴുതാം. ഓക്കെ, മനസ്സിലായില്ലേ? വലിയ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ, 169 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 13. രണ്ടും 13 ആയതുകൊണ്ട് ഒരു 13 എഴുതിയാൽ മതി. രണ്ട് 13 എഴുതണ്ട, ഒറ്റ 13 എഴുതിയാൽ മതി. അതേപോലെ ഇൻറ്റു ഇട്ടിട്ട് എഴുതാൻ പറ്റുന്നുണ്ട് നമുക്ക് ഈസി ആയി പറയാൻ പറ്റും. 169 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതിനെ ഡിവൈഡ് ചെയ്താൽ മറ്റേ നമ്പർ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ 169 13 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ എന്താ, ഫാക്ടർ ആണ്. മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റിയ എന്താ, മൾട്ടിപ്പിൾസ് ആണ്. ഓക്കെ, ഗുണിതമാണ്. ഓക്കെ, ഇത് ഘടകമാണ്. അപ്പൊ 13 169ന്റെ ഘടകമാണ്. മലയാളത്തിൽ 169ന്റെ ഘടകമാണ് 13 എന്ന് ഇവിടെ മലയാളത്തിൽ എഴുതുക. ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ 13 ഈസ് എ ഫാക്ടർ ഓഫ് 169. ഓക്കെ, തീർന്നു. നാലാമത്തത് 25 375. 375നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 25നെ 10 എഴുതാം. 25 10 250 കുറച്ചു 125. അപ്പൊ നമ്മൾക്കറിയാം 4 25 100 425 100 ആണ്. അത് പഠിച്ചു വെക്കണേ. 425 100 എന്നുള്ളത് ബൈയാറ്റ് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ 425 100 ആണെങ്കിൽ 525 ആണ് 125. അപ്പൊ നമുക്ക് ഇവിടെ 5 എഴുതാം. 25നെ 5 കൊണ്ട് ചെയ്താൽ 125 കിട്ടും. കുറക്കുമ്പോൾ നമുക്ക് 0 കിട്ടി. ഓക്കെ, 0 കിട്ടി. ഇത് രണ്ടും കൂടെ കൂട്ടുക, 10 5 15. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ഇവിടെ 0 കിട്ടിക്കഴിഞ്ഞാൽ ധൈര്യത്തിൽ എഴുതാം. 375 സമം ഇത് ഇൻറ്റു ഇത് 25 ഇൻറ്റു 15. അപ്പൊ ഇൻറ്റു ഇട്ട് എഴുതി നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ 375 25ന്റെയും 15ന്റെയും ഗുണിതമാണ്. 375 is multiples of 75 25 and multiples of 15 എന്ന് എഴുതാൻ പറ്റും. ഇനി ഇങ്ങനെ ഇൻറ്റു ഇട്ടിട്ട് എഴുതി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഈസി ആയിട്ട് എഴുതാം. 375 ഹരിക്കണം 25 നമുക്ക് എഴുതാം. 375 ഹരിക്കണം 15 എഴുതാം. 375 ഡിവൈഡഡ് ബൈ 25 എഴുതാം. ഇവിടെ എഴുതിയതുപോലെ ഇവിടെ എഴുതാം. 375 ഡിവൈഡഡ് ബൈ 25 എഴുതാം. and 375 divided by 15 എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, 25 is a factor of 375. 15 is also the factor of
375. 25 375ന്റെ ഘടകമാണ്. 375ന്റെ ഘടകമാണ് 15 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ 6 സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇങ്ങനെ ഇൻഡു ഇട്ടിട്ട് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 375 ഡിവൈഡഡ് ബൈ 25 എഴുതാൻ പറ്റും. 375 ഡിവൈഡഡ് ബൈ 15 എഴുതാൻ പറ്റും. ഇങ്ങനെ കിട്ടിയെന്നാണ് ഇത് എഴുതുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? 25 ഈസ് എ ഫാക്ടർ. ഓക്കെ, ഇത്രയും കാര്യം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. കറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെറിയ നമ്പർ ഫാക്ടർ ആണ്. കറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയ നമ്പർ മൾട്ടിപ്പിൾ ആണ്. അതൊന്ന് ഓർമ്മിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം.